നോക്കൂ സഹോദരങ്ങളെ, ഇത് മാത്രമാണോ? ഇനിയുമുണ്ട് മറ്റൊരു ബൈത്ത്, സയ്യിദി ബൈത്ത്. സയ്യിദി ബൈത്ത് ഇവർക്കൊന്നും രണ്ടൊന്നുമല്ല, ധാരാളം ബൈത്തുകളുണ്ട്. എന്താണ് ഇതിൽ പറയുന്നത്? യാ സയ്യിദി യാ റസൂലല്ലാഹ്, എല്ലയോ എൻ്റെ നേതാവേ റസൂലേ, ഖുദ് ബിയദി, അങ്ങൻ്റെ കരങ്ങൾ പിടിക്കണം. എന്തിനാണത്? മാലി സിവാക വല അൽവി അല അഹദ്, റസൂലെ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്, ഞാൻ വേറൊരാളിലേക്കും തിരിയാറില്ല റസൂലെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് ഈ ബൈത്തിൽ. നോക്കൂ സഹോദരങ്ങളെ, പാവപ്പെട്ട സാധാരണക്കാർ, മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണക്കാർ, അവർ കൂലി കിട്ടുമെന്ന് കരുതിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്, അറബി വാക്കുകളാണെന്ന് കരുതി അവരെന്താണ് ഇങ്ങനെ പാടി പറയുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരോട് ചോദിക്കണം, ഇത് പറഞ്ഞു തരുന്ന ആളുകളോട്, നിങ്ങൾ ഈ പാടുന്ന വരികൾ, നിങ്ങൾ ഈ പറയുന്ന വരികൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് അവരോട് ചോദിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു ബൈത്ത് നമുക്കെല്ലാവർക്കും പരിചയമുണ്ടാകും, ചിലർക്ക് ഹിഫ്ളെങ്കിലും ഉണ്ടാകും. ബുർദ അല്ലേ? ഈ നബിദിനത്തോടനുബന്ധിച്ച് നമ്മൾ പല പോസ്റ്ററുകളിലും കണ്ടിട്ടുണ്ടാവും. ബുർദ മജ്ലിസ്, വലിയൊരു പോസ്റ്റർ, എന്നിട്ട് അതിന് താഴെ പല സാദാത്തുകളും സുൽത്താൻമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ബുർദ മജ്ലിസ്. കേട്ട് കഴിഞ്ഞാൽ തോന്നും എന്തോ വലിയ ഇൽമിൻ്റെ മഹാസാഗരം, അല്ലെങ്കിൽ വലിയ ജനസാഗരങ്ങൾ പങ്കെടുക്കുന്ന ഇൽമിൻ്റെ വലിയ സദസ്സാണെന്ന്. എന്താണ് സഹോദരങ്ങളെ അതിൽ ഓതി പറയുന്നത്, പാടി പറയുന്നത്? നോക്കണം. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂസു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. എന്താണ് പറയുന്നത്? യാ അക്രമൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ റസൂലെ, മാലി മൻ അലൂസു ബിഹി സിവാക്, എനിക്ക് അഭയം തേടി ചെല്ലാൻ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? നോക്കണം, എനിക്ക് അഭയം തേടി ചെല്ലാൻ അങ്ങല്ലാതെ മറ്റാരാണ് റസൂലെ ഉള്ളത്? ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, വ്യാപകരമായ ആപത്തുകൾ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രം റസൂലെ അങ്ങല്ലാതെ ആരാണ് എന്ന് ബുർദ അതിൽ പാടി പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? നമ്മൾ ചോദിക്കണം, ഉസ്താക്കന്മാരോട് ചോദിക്കണം, നിങ്ങൾ പാടി പറഞ്ഞു തരുന്ന കാര്യത്തിൻ്റെ അർത്ഥം ഇതിങ്ങനെയാണോ? ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ തൊണ്ട തൊടാണ്ട് വിശ്വസിക്കേണ്ടതില്ല, ഒരാൾ പോലും വിശ്വസിക്കേണ്ട. അങ്ങനെയല്ല നമ്മളാവേണ്ടത് അല്ലേ? ചില ആളുകൾ എന്ത് ചെയ്യാണ്, ഇത് റസൂലിൻ്റെ മുടിയാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലും അതങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. ഇങ്ങനെയാണോ നമ്മുടെ ഉമ്മത്തിനെ നമ്മൾ ആക്കിയെടുക്കേണ്ടത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. റസൂലും സഹാബത്തും, അള്ളാഹും റസൂലും പറഞ്ഞ കാര്യം സഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കിയോ എന്നുള്ള രൂപത്തിൽ ആണോ ഒരാൾ പറയുന്നത്, അത് വിശ്വസിക്കുക. മറിച്ച് ഒരു ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിമ്പറിൽ കയറി പ്രസംഗിക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഖിർ കലാമാകാൻ പാടില്ല, അവസാനത്തെ വാക്ക് അതാകാൻ പാടില്ല. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാനിവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്, അത് ഖുർആനിനും സുന്നത്തിനും ഒരുമിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ലാതെ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. അതല്ലാതെ ഉസ്താദ് തെറ്റു പറയാനോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണോ ഹക്ക് പറയുന്നവൻ, അതല്ല ഉസ്താദാണോ? അള്ളാഹു പറയുകയാണ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, എന്താണ് അവരുടെ അവസ്ഥ? പാവപ്പെട്ട ആളുകളുടെ പൈസ അവർ അന്യായമായി എന്ത് ചെയ്യുകയാണ്? അവർ മേടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? അവരുടെ പാവപ്പെട്ടവരുടെ പൈസ അവർ അന്യായമായി ഭക്ഷിക്കുകയാണെന്ന് അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹു പറഞ്ഞ വാക്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും ഒരാൾ സംശയിക്കാൻ പാടുണ്ടോ? അള്ളാഹു പറഞ്ഞുതരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ചില ആളുകളുണ്ട് എന്ന്. അവരെ മനസ്സിലാക്കാനുള്ള മീസാൻ എന്താണ്? ഖുർആനും സുന്നത്തും തട്ടിച്ചു നോക്കുക, ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനിതാ പറയുകയാണ്, ഈ പറഞ്ഞു വെച്ച ബൈത്തുകളുടെ അർത്ഥം ഇങ്ങനെ തന്നെയാണോ എന്ന് അറബി ഭാഷയിലെ പാണ്ഡിത്യമുള്ള ആളുകളോട് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ചു നോക്കുക. അതിനുശേഷം മാത്രം വിശ്വസിച്ചാൽ മതി, അതിനുശേഷം മാത്രം വിശ്വസിച്ചാൽ മതി.